പ്രഭാത കേരളം തുടരുകയാണ്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. BJPക്കും കോൺഗ്രസിനും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. BJP അധികാരത്തിലുള്ള ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനമാണ് കർണാടകമെന്നും അറിയാം. അവിടെ കൊണ്ടുപിടിച്ച പ്രചാരണമാണ്. ദേശീയ നേതാക്കളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. കർണാടക തെരഞ്ഞെടുപ്പ് ചൂടി. കർണാടകത്തിൽ JDS എപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. HD കുമാരസ്വാമി ന്യൂസ് 8നോട് പറഞ്ഞത് JDS തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. കർണാടക വോട്ടർമാർ ബദലായി കാണുന്നത് JDSനെയാണ്. BJPയെയും കോൺഗ്രസിനെയും ജനങ്ങൾക്ക് മടുത്തുവെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഇത്തവണ JDS കിങ് മേക്കർ അല്ല, കിങ് ആകും എന്നാണ് അദ്ദേഹം പറയുന്നത്. 120 സീറ്റാണ് ലക്ഷ്യമെന്നും HD കുമാരസ്വാമി ന്യൂസ് 8നോട് പറഞ്ഞു. JDS നേതാവ് മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി ന്യൂസ് 8നൊപ്പം ചേരുകയാണ്. So, how confident you are winning back to power in Karnataka? Came back to power in Karnataka. This time, Karnataka voters already decided to bless JDS as a regional party. Karnataka citizens are fed up with both national parties. The way in which the government running from last 3.5 years from BJP, people are disgusted. Even the way in which the official opposition party Congress, they are behaving. People are fed up with those two parties. Now they decided to choose JDS as an alternative to these two parties. Will JDS be the kingmaker this time? Not only kingmaker, people will going to bless us as a king place. Okay. If no one get majority, what will be the stand of JDS? No, we will get clear majority. I have confidence. We will get minimum 123 what my aim from last 1 year. For that I am working out. In that actually I already reached. JDS അധികാരത്തിൽ വരുമെന്നാണ് HD കുമാരസ്വാമി ന്യൂസ് 8നോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം മൈസൂരിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. ER രാഗേഷ് തന്നെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ER, ഏതായാലും വലിയ പ്രചാരണം കർണാടകയിൽ പുരോഗമിക്കുന്നു. ദേശീയ നേതാക്കളുടെ നരേന്ദ്രമോദിയും അമിത്ഷായും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ കർണാടകയിൽ തമ്പടിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നിരവധിയായ ലക്ഷ്യങ്ങൾ ഇരു പാർട്ടികൾക്കുമുണ്ട്. കോൺഗ്രസ് വലിയ ആത്മവിശ്വാസമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന സംഭവവികാസങ്ങൾ BJPക്ക് അനുകൂലമല്ല. പക്ഷേ അപ്പോഴും BJP പ്രതീക്ഷിക്കുന്ന എന്താണ്? ഈ പുതുമുഖങ്ങൾ വിജയം കൊണ്ടുവരും എന്ന് തന്നെയാണോ? ഒപ്പം ഒരു കൃത്യമായൊരു ഭൂരിപക്ഷം ലഭിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടോ? ഏറ്റവും അവസാനം വന്ന അഭിപ്രായ സർവേയിൽ പോലും കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കുമെന്നാണല്ലോ പ്രവചിക്കുന്നത്. രഞ്ജിത്ത്, പാർട്ടികളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം പല സർവേകളും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പല പ്രീപോൾ സർവേകളിലും ഇതിനോടകം തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ ചില സർവേകളിലും BJPക്ക് മുന്നേറ്റമുണ്ടാകും, BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പ്രവചിക്കുന്നത്. പക്ഷേ ചില സർവേകൾ, ഏതാണ്ട് കൂടുതൽ സർവേകളും പ്രവചിക്കുന്നത് ഒരു തൂക്ക് സഭയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. അവിടെയാണ് JDSന്റെ റോൾ പ്രസക്തമാകുന്നത്. കാരണം 2018 നമ്മൾ കണ്ടതാണ്, JDS അവിടെ 37 സീറ്റ് പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPക്ക് അന്ന് 104 സീറ്റുകളാണ് ലഭിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 113 സീറ്റാണ്. അവിടെയാണ് ഏതായാലും JDSന്റെ നിലപാട് നിർണായകമാകുന്നത്. ഏതായാലും JDS വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിലൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് HD കുമാരസ്വാമി വ്യക്തമാക്കുന്നത് അവർ ഒറ്റയ്ക്ക് അധികാരം പിടിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ 2004 അവരുടെ ഏറ്റവും മികച്ചൊരു തെരഞ്ഞെടുപ്പ് പ്രകടനം ഉണ്ടായിട്ടുള്ളത്. അന്ന് 58 സീറ്റാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 113 സീറ്റുകളിലേക്കൊക്കെ JDS എത്തുക എന്നത് ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം 207 സീറ്റുകളിൽ പാർട്ടി മത്സരിക്കുന്നുണ്ട്. പക്ഷേ മൈസൂരും ബംഗളൂരുവും കഴിഞ്ഞാൽ മറ്റു മേഖലകളിൽ JDSന് വലിയ സ്വാധീനം, വിജയിക്കാൻ മാത്രമുള്ള വോട്ട് ഉള്ള പാർട്ടിയല്ല. പക്ഷേ മൈസൂരു മേഖലയിലടക്കം ഏറ്റവും ശക്തമായ പാർട്ടിയാണ് JDS. കർണാടകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള മേഖല ഓൾഡ് മൈസൂരു മേഖലയാണ്. 51 സീറ്റ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ സീറ്റ് നേടുക, മറ്റ് സ്ഥലങ്ങളിൽ പരമാവധി സീറ്റുകൾ നേടാൻ ശ്രമിക്കുക, ഇതാണ് JDSന്റെ ഏതായാലുമുള്ള ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പ്രീപോൾ സർവേകൾ അനുസരിച്ചാണെങ്കിൽ JDS ഒരു കിങ് മേക്കർ ആകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ 37 സീറ്റ്, 30-ന് മുകളിൽ സീറ്റുകൾ JDSന് നേടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് രണ്ട് പാർട്ടികൾക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ JDSന്റെ നിലപാട് ഏതായാലും നിർണായകമാകുക തന്നെ ചെയ്യും. അതുതന്നെയാണ് കുമാരസ്വാമി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. കിങ് മേക്കർ അല്ല, ഇത്തവണ കിങ് ആകുമെന്നാണ് ഏതായാലും കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടു തന്നെ അറിയേണ്ട വിഷയമാണ്.
ഏതായാലും സർക്കാർ രൂപീകരണത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ സ്വാഭാവികമായും JDS സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. രഞ്ജിത്ത് ചോദിച്ച മറ്റ് ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ കർണാടകത്തിൽ പ്രചാരണം ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ന് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കുന്നുണ്ട്. 11 മണിക്ക് പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. യുവാക്കൾക്കുള്ള ക്ഷേമ നടപടികൾ, ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രികയായിരിക്കും പുറത്തിറക്കുക എന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ദേശീയ നേതാക്കളുടെ പ്രചരണം കർണാടകത്തിൽ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസവും പ്രധാനമന്ത്രി സംസ്ഥാനത്തുണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ വടക്കൻ കർണാടകത്തിൽ പ്രത്യേകിച്ച് ബലഗാവി മേഖലയിലാണ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കോലാറിലും ഒപ്പം തന്നെ ചെന്നപ്പട്ടണ അടക്കമുള്ള മേഖലകളിലാണ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത്. JDSും ഒപ്പം തന്നെ കോൺഗ്രസിനുമെതിരെ വലിയ വിമർശനങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും കൂടുതൽ ദേശീയ നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ 2ാം ഘട്ട പ്രചരണത്തിനായി സംസ്ഥാനത്തെത്തും. പ്രധാനമന്ത്രി തന്നെ വീണ്ടും സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഏതാണ്ട് 20ഓളം റാലികൾ പ്രധാനമന്ത്രിയുടെ നിശ്ചയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇനി 10 ദിവസം മാത്രമാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്, കർണാടക വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ പ്രചാരണ ചൂടിലാണ് കർണാടക നിലവിലുള്ളത്. അശ്വതി, രഞ്ജിത്ത്. ഈ പുതുമുഖങ്ങളാണല്ലോ രാജേഷ്, പുതുമുഖങ്ങളാണല്ലോ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. കാരണം ഈ പോയ നേതാക്കൾ, ലിംഗായത്ത് നേതാക്കളടക്കം നിരവധി പേർ കോൺഗ്രസിലേക്ക് പോയപ്പോഴും അവരെയൊക്കെ ഈ പുതിയ പരീക്ഷണം കൊണ്ട്, ഗുജറാത്തിലൊക്കെ ഈ പരീക്ഷണം വലിയ തോതിൽ വിജയിപ്പിച്ചതാണ്. പരീക്ഷണം കൊണ്ട് അതിജീവിക്കാമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. ഈ നേതാക്കൾ കൊഴിഞ്ഞു പോയ ഏതെങ്കിലും തരത്തിൽ BJPയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടോ? ER രാഗേഷ് കർണാടകയിൽ ഉണ്ടായിരുന്നല്ലോ. പ്രചരണ രംഗത്ത് ഇപ്പോഴും BJP ആത്മവിശ്വാസത്തോടെ തന്നെയാണോ? ഒപ്പം കോൺഗ്രസിൽ DK ശിവകുമാറിന്റെ പടതന്ത്രങ്ങൾ വിജയിക്കുന്നത് DKക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണം പിടിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്രത്തോളം സഹായകരമാകും എന്നും ചില അനാലിസിസ് നടക്കുന്നുണ്ട്. ആരാകും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിലും മറ്റും? രഞ്ജിത്ത്, BJP പ്രത്യേകിച്ച് പുതുമുഖങ്ങളെ പരീക്ഷിച്ചിരിക്കുകയാണ്. കാരണം UPയിലും ഒപ്പം തന്നെ ഗുജറാത്തിലുമൊക്കെ സമാനമായ തന്ത്രം BJP പരീക്ഷിച്ച് വിജയിച്ചതാണ്. പക്ഷേ കർണാടകത്തിൽ അത് പരസ്യമായ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വരികയും അതിൽ ചിലർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്, BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് താഴെ തട്ടിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്ന് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് KS ഈശ്വരപ്പ അടക്കമുള്ള നേതാക്കളെ പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ BJPയെ ചെറിയ തോതിലെങ്കിലും ആശങ്കപ്പെടുത്തുന്ന ഘടകം ഹുബള്ളി ധാർവാഡ് അടക്കമുള്ള മേഖലകളിൽ ജഗദീഷ് ഷെട്ടർ അടക്കമുള്ള പോകുമ്പോൾ അവിടെ പ്രാദേശിക തലത്തിൽ അണികൾ സ്വീകരിക്കുന്ന നിലപാട് അത് നിർണായകമാകുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ചില നേതാക്കളെങ്കിലും ജഗദീഷ് ഷെട്ടറിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BS യെഡിയൂരപ്പ തന്നെ അവിടെ യോഗം വിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ലിംഗായത്ത് നേതാക്കളുടെ യോഗം വിളിച്ചുകൊണ്ട് ഷെട്ടറിനെ തോൽപ്പിക്കണമെന്ന ആഹ്വാനം നടത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നേതാക്കളുടെ പ്രചാരണം കൊണ്ട് മറികടക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ BS യെഡിയൂരപ്പ ഈ 2 നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJPയുടെ പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെയാകും. കൂടുതൽ പ്രചാരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് മോദി അടക്കമുള്ളവർ എത്തുമ്പോൾ നിലവിലുള്ള പോരായ്മകളെല്ലാം തന്നെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ച മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിട്ടില്ല. പക്ഷേ ലിംഗായത്ത് മേഖലകളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അവിടെ MB പാട്ടീലടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഇതിനോടകം തന്നെ MB പാട്ടീലടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ താല്പര്യമുണ്ടെന്ന് പരസ്യമായി പ്രകടിപ്പിച്ച നേതാക്കളാണ്. അപ്പോൾ സിദ്ധരാമയ്യ, DK ശിവകുമാർ, ഒപ്പം തന്നെ G പരമേശ്വര, MB പാട്ടീൽ, ഇങ്ങനെ കുറേ അധികം നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സിദ്ധരാമയ്യയ്ക്ക് ആദ്യഘട്ടത്തിലെങ്കിലും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരെയെങ്കിലും അത്തരമൊരു തന്ത്രം അല്ലെങ്കിൽ ഒരു നീക്കമായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. രഞ്ജിത്ത്. ഏതായാലും അങ്ങനെ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ കർണാടകയിലുണ്ട്. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കർണാടകയിൽ ആര് അധികാരത്തിൽ വരും. ഇപ്പോൾ തൽക്കാലം കാര്യങ്ങൾ പ്രവചനാതീതമാണ്. സർവേകൾ കോൺഗ്രസിന് മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിൽ പോലും ചില സർവേകൾ BJPക്ക് അനുകൂലമായും കാര്യങ്ങൾ പറയുന്ന പശ്ചാത്തലമുണ്ട്. നമുക്കിനി